റോഡ് സുരക്ഷയിലെ വീഴ്ചകൾ നിരത്തുകളെ കൊലക്കളമാക്കുകയാണ്. ബസ്സുകൾ സുരക്ഷിതമായി നിർത്താൻ ദേശീയപാതകളിലടക്കം ബസ് ബേ വേണമെന്ന നിർദ്ദേശം നടപ്പിലാക്കുന്നില്ല. ദേശീയപാത ചളിക്കവട്ടത്ത് റോഡരികിൽ നിർത്തിയ KSRTC ബസ്സിന് മുന്നിൽ KSRTC ദീർഘദൂര ബസ്സിടിച്ച് ബസ്സുകൾക്കിടയിൽപ്പെട്ട് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ വെള്ളിയാഴ്ച മരിച്ചിരുന്നു. അമിത വേഗതയിൽ പായുന്ന ദീർഘദൂര ബസ്സുകളും മറ്റു വലിയ വാഹനങ്ങളും അടുത്തടുത്തുള്ള സ്റ്റോപ്പുകളിൽ നിർത്തിപ്പോകുന്ന ഓർഡിനറി ബസ്സുകൾക്ക് പിന്നിലിടിച്ചുള്ള നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം അപകടങ്ങൾക്ക് പ്രധാന കാരണം ബസ് സ്റ്റോപ്പുകൾക്ക് പകരം ബസ്സുകൾ സുരക്ഷിതമായി നിർത്താനുള്ള ബസ് ബേകൾ ഇല്ലാത്തതാണെന്ന് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലെല്ലാം കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ബസ് ബേകൾ നിർമ്മിച്ചിട്ടില്ല. ബസ്സുകൾ തോന്നുന്നത് പോലെയാണ് സ്റ്റോപ്പുകളിൽ നിർത്തുന്നത്. ബസ് ബേകൾ ഉണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് റിട്ടയർഡ് ജോയിന്റ് RTO ആദർശ് കുമാർ ജി നായർ പറഞ്ഞു. നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് റോഡിൻ്റെ മധ്യഭാഗത്ത് തന്നെ പലപ്പോഴും നിർത്തേണ്ടതായി വരാറുണ്ട്. അത് മാറ്റി ബസ് ബേകൾ സജ്ജീകരിക്കുക എന്ന് പറയുന്ന കാലത്തിൻ്റെ ഒരു അനിവാര്യത കൂടെയാണ്. ബസ് ബേ അന്നത്തെ ഒരു അപകടത്തിൽ ബസ് ബേ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു അപകടം ഒഴിവാകാവുന്ന ഒരു കാര്യമായിരുന്നു. അത്തരത്തിൽ ബസ് ബേകൾ സജ്ജീകരിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടം ഇല്ലാതാക്കാൻ എങ്ങനെ സാഹചര്യത്തെ ഒരുക്കി തീർക്കാം എന്ന് പറയുന്നൊരു ചിന്തയിലേക്ക്, ലോക നിലവാരത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പാലാരിവട്ടം വൈറ്റ്ല ബൈപ്പാസിൽ ചളിക്കവട്ടത്ത് KSRTC ബസ്സുകൾക്കിടയിൽപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ മരിച്ചത്. യാത്രക്കാരെ കയറ്റാനായിരുന്നു മുന്നിൽ പോയ KSRTC ബസ് നിർത്തിയത്. ബസ് ബേ ഉണ്ടെങ്കിൽ അപകടരഹിതമായി മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം റോഡ് അപകടങ്ങളുടെ എണ്ണത്തിൽ രാജ്യത്ത് 3-ാം സ്ഥാനത്തും ദേശീയപാതകളിലെ അപകടങ്ങളുടെ എണ്ണത്തിൽ 2-ാം സ്ഥാനത്തുമാണ് കേരളം. ജനം, കൊച്ചി.